തനിക്കെതിരായ അവഹേളനത്തിൽ പി.കെ. ശ്രീമതി നിയമ നടപടിക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഡി.ജി.പി, വനിതാ കമ്മീഷൻ എന്നിവർക്കാണ് പരാതി നൽകിയത്. വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും നിയമ നടപടി വേണം എന്നുമാണ് ആവശ്യം. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ അടിയന്തരമായി കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. വ്യാജ വാർത്ത ചെയ്തവർക്ക് എന്തു വന്നാലും മാപ്പില്ല എന്നാണ് പി.കെ. ശ്രീമതി പറഞ്ഞത്. വാർത്ത നൽകിയ പലരും വിളിച്ച് കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. പി.ടി. തോമസും മുൻപ് ചില വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്ന് രോഗം ആയതിനാൽ നിയമ നടപടി എടുത്തില്ല എന്നും പി.കെ. ശ്രീമതി പറയുന്നു. നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിന്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ എൻ്റെ കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലെത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇച്ച കാര്യം വേണ്ടു. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ ഡി.ജി.പിക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട് അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ വക്കീൽ അവിടെയുണ്ട്, എൻ്റെ കടലാസെല്ലാം എൻ്റെ കയ്യിലുണ്ട്. വ്യാജ വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് CPIM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പി.കെ. ശ്രീമതി പൊട്ടിക്കരഞ്ഞൊരു സാഹചര്യം ഉണ്ടാകുന്നു. അഭിമാനം എന്നത് എല്ലാവർക്കും വിലപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇവിടെ പി.കെ. ശ്രീമതിയെ സംബന്ധിച്ചിടത്തോളം അവർ മുൻ മന്ത്രിയാണ്, CPIMന്റെ സമുന്നതയായ നേതാവാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന വനിതാ മുഖങ്ങളിൽ ഒന്നുകൂടിയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തയുടെ സ്ഥിരീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രവുമല്ല, തികച്ചും അടിസ്ഥാന വിരുദ്ധമായൊരു വാർത്ത പുറത്തുവിടുന്നു. ആ വാർത്ത ബോധപൂർവമായി പ്രചരിപ്പിച്ചു എന്ന പരാതി കൂടിയാണല്ലോ ഉന്നയിക്കുന്നത്. ഇതിൽ നിയമപരമായ നടപടി അതിവേഗമുണ്ടാകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? അഭിലാഷ്, സംസ്ഥാനത്തിന് ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളിൽ ഒരാളാണ് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതി. പി.കെ. ശ്രീമതിക്കെതിരെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലും ഒരു വാർത്താ മാധ്യമത്തിലുമൊക്കെ ചാനലിലുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചത്. PR കൃഷ്ണൻ എന്ന മുൻ MLA ഭാര്യയാണെന്ന് ആരോപിച്ച് ആശ്രിത പെൻഷൻ കൈവശപ്പെടുന്നു, നിയമസഭ നൽകുന്ന ആശ്രിത പെൻഷൻ ശ്രീമതി തട്ടിയെടുക്കുന്നു എന്നായിരുന്നു വാർത്തയിലെ ആരോപണം. ഇത് ഗുരുതരവും അടിസ്ഥാനരഹിതമായ ആരോപണമെന്ന നിലപാടുമായി ഇന്നലെ പി.കെ. ശ്രീമതി രംഗത്ത് വന്നിരുന്നു. അതേ തുടർന്നാണ് അവർ ഇന്ന് പരാതി നൽകിയത്. രണ്ടാം കേരള നിയമസഭയിലെ അംഗമായിരുന്നു PR കൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും പി.കെ. ശ്രീമതി എന്ന് തന്നെയാണ്. ആ പേര് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ പി.കെ. ശ്രീമതി എന്ന് ആരോപിച്ചായിരുന്നു ഈ വാർത്ത വന്നത്. ഇതിനെതിരെ ഇവർ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വനിതാ കമ്മീഷനും ഒക്കെ പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് അവരുടെ ആവശ്യം. ഈ 3 മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയാണ് അവരുടെ പരാതി. ജനൻ TV, കർമ്മ ന്യൂസ്, സുദിനം പത്രം, ഡെയിലി ഹണ്ട് എന്ന പ്ലാറ്റ്ഫോം, ഇത്രയും ആളുകൾക്കെതിരെയാണ് അവർ പരാതി നൽകിയിട്ടുള്ളത്. തന്റെ ഭർത്താവ് മരിച്ച് 10 മാസം പോലും തികഞ്ഞിട്ടില്ല. അതിനിടയിലാണ് മറ്റൊരാളുടെ ഭാര്യയാണ് താൻ ആ രീതിയിൽ പെൻഷൻ കൈപ്പറ്റിയ തരത്തിലുള്ള ആരോപണമൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ വാർത്ത വന്നത്. അങ്ങേയറ്റം അവഹേളനപരമാണെന്ന് ശ്രീമതി നൽകിയ പരാതിയിൽ പറയുന്നു. ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ സംബന്ധിച്ച് പി.കെ. ശ്രീമതിയുടെ പരാതി ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. അടിയന്തര നടപടി, കർശന നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ച പരാതി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. കടുത്ത നടപടി തന്നെ വേണം. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാവിനെതിരെ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന വിഷയത്തിൽ ശക്തമായ നടപടി വേണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയിട്ടുള്ളത്. തീർച്ചയായും അതോടൊപ്പം ഈ മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധവും ഉണ്ടായല്ലോ അരുൺ. CPIM ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. CPIMന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ
നേതാക്കൾ CS അടക്കമുള്ളവർ ശ്രീമതിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ചില സ്ഥാപനങ്ങളിലേക്ക് CPM നടത്തിയ പ്രതിഷേധ മാർച്ച്. വളരെ അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. CK ശ്രീമതിക്ക് നേരത്തെ തന്നെ MLA പെൻഷനുണ്ട്. അവർ പലതവണ MLA യും ഒരു തവണ മന്ത്രിയുമാക്കിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിന് പുറമെ ആശ്രിത പെൻഷൻ കൂടി തട്ടിയെടുക്കുന്നു എന്ന ആരോപണമാണ്. അതിൽ വാർത്തയിൽ വിവരാവകാശ രേഖയിൽ പറഞ്ഞിട്ടുള്ളത് PK ശ്രീമതി എന്ന പേര് മാത്രമാണ്. PR കൃഷ്ണന്റെ ഭാര്യ PK ശ്രീമതി. അത് ഈ PK ശ്രീമതിയാണ്, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ MLA ആണ് എന്ന ആരോപിച്ചുകൊണ്ടുള്ള വാർത്തയാണ് വന്നത്. അതാണ് തനിക്ക് അങ്ങേയറ്റം മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് ശ്രീമതി പറയുകയും അതിൽ ഒരു ഘട്ടത്തിൽ അവർ വളരെ ദുഃഖത്തോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടുകയും ചെയ്തത്. തീർച്ചയായും അരുൺ, ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അഭിമാനം എന്നത് എല്ലാവർക്കും വിലപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇത് വളരെ പ്രശസ്തയായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരാൾക്ക് നേരെ ഒരു വാർത്തയുണ്ടാകുമ്പോൾ ആ വാർത്തയിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കുക എന്നത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ചാനലുകൾക്കിടയിലാണെങ്കിലും മാധ്യമങ്ങൾക്കിടയിലാണെങ്കിലും ഉണ്ടാകുന്ന ഒരു മത്സരം, ആ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വാർത്തയിലെ വസ്തുത എന്ത് എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അത് നൽകുന്ന ഒരു പശ്ചാത്തലം, ചില മാധ്യമങ്ങളെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളുടെ ജിഹ്വകൾ ആയി പ്രവർത്തിക്കുന്ന മറ്റൊരു സാഹചര്യം, ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്വയം നിയന്ത്രിക്കപ്പെടേണ്ടതിൻ്റെയും പരിശോധിക്കപ്പെടേണ്ടതിൻ്റെയും ആവശ്യകത കൂടിയാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് അടിയന്തരമായ നടപടിയെടുക്കുമ്പോൾ പോലും മാധ്യമങ്ങൾക്ക് അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ഭരണകൂടത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അവിടെ സ്വയം വിമർശനാത്മകമായി തന്നെ ഇതിനെ നേരിടേണ്ട ഒരു സമയം കൂടിയാണല്ലോ. കാരണം PK ശ്രീമതി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇത് മറ്റാർക്കും ഉണ്ടാകരുത്, തനിക്ക് മാത്രമല്ല പല ആളുകളും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നതാണ് വസ്തുതയെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. തീർച്ചയായിട്ടും അത്തരം വാർത്ത ചിലപ്പോൾ പലപ്പോഴും നൽകാൻ എല്ലാവരും നിർബന്ധിതരാകുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നു. ഈ ആരൊക്കെയാണ് പെൻഷൻ വാങ്ങുന്നത്. PK ശ്രീമതി തന്നെ അവർ MLA പെൻഷൻ വാങ്ങുന്നുണ്ട്. അതിന് പുറമെ ഒരു പെൻഷൻ കൂടി വാങ്ങുന്നില്ല. അത് മാത്രമല്ല അവരുടെ ഭർത്താവ് ആ രീതിയിൽ കേരളത്തിലെ MLA ആയിരുന്നില്ല എന്നൊരു സാമാന്യ ബോധം പോലും ഈ വാർത്ത ചെയ്ത ആളുകൾക്കുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അത് CPM കരുതുന്നത് തെറ്റായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല. കാരണം ഈ വിവരാവകാശ രേഖ എടുത്തയാൾ ഒരു കുറിപ്പ് ഇവരൊപ്പം നൽകുന്നു. അതിൽ തന്നെ PK ശ്രീമതി എന്നത് കൃഷ്ണന്റെ ഭാര്യ, PR കൃഷ്ണന്റെ ഭാര്യയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. PR കൃഷ്ണൻ MLA ഉണ്ടായിരുന്ന വസ്തുതയാണ്. അതിൽ PK ശ്രീമതി എന്നയാൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണോ എന്ന സ്ഥിരീകരണം വേണം. മാത്രമല്ല ഈ CPM നേതാവ് PK ശ്രീമതി ഭർത്താവിന്റെ പേര് മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു സ്ഥിരീകരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിവരാവകാശ രേഖ എടുത്തയാൾ മാധ്യമങ്ങൾക്ക് വാർത്ത കൈമാറിയത്. പക്ഷേ മാധ്യമങ്ങൾ അതിൽ മറ്റൊരു തരത്തിലൊന്നുകിൽ ആ വാർത്തയുടെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ടും ഈ രാഷ്ട്രീയ പ്രേരിതമായി അത് പ്രയോഗിച്ചു എന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. PK ശ്രീമതിയും CPM ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. ഏതെങ്കിലും തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ വന്നുപോയ ഒരു വാർത്തയല്ല. വളരെ കൃത്യമായ ഒരു CPM നേതാവിനെ, ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവിനെ അപകീർത്തിപ്പെടുത്തുക ലക്ഷ്യത്തോടുകൂടിയുള്ള വാർത്തയായാണ് CPM ഇതിനെ കാണുന്നത്. അതുതന്നെയാണ് CPM സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതായി ഒക്കെ പറയുന്ന വിവരം ലഭിക്കുന്നത്. മാത്രമല്ല PK ശ്രീമതി അത് തന്നെയാണ് ആരോപിക്കുന്നത്. മനഃപൂർവ്വം ഒരു CPM നേതാവിനെ, വനിതാ നേതാവിനെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. വാർത്തകളിൽ തെറ്റുണ്ടാകാം, പിശകുകളുണ്ടാകാം, ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ആ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. സൂചിപ്പിക്കുന്ന പോലെ തെറ്റായൊരു വാർത്ത, ആ വാർത്ത നൽകുകയും അത് ബോധപൂർവമായി തന്നെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.